നമസ്കാരം. ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഇന്നുണ്ട്. ഫോൺ നമ്പർ മാറുമ്പോൾ, പുതിയ മൊബൈൽ നമ്പർ എടുക്കുമ്പോൾ, വാഹനം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിലെ നമ്പറുകൾ ഭാഗ്യ നമ്പറാക്കാനുള്ള ശ്രമം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായി ഭാഗ്യ നമ്പർ നോക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഓരോ സംഖ്യകൾക്കും അതിൻ്റേതായ ശക്തിയുണ്ട്. ഇത്തരം ഭാഗ്യസംഖ്യകൾക്ക് പ്രത്യേക സ്പന്ദനവും ശക്തിയുമൊക്കെ ഉണ്ടെന്നാണ് സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നത്. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യസംഖ്യയുണ്ട്. ജന്മനക്ഷത്രത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. വാഹന നമ്പർ ആയാലും പാസ്വേഡ് ആയാലും ജന്മനക്ഷത്രത്തിനനുസരിച്ചുള്ള സംഖ്യ വരുന്നത് ഭാഗ്യം പ്രദാനം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ജന്മനക്ഷത്ര പ്രകാരമുള്ള ഭാഗ്യസംഖ്യകൾ ഇനി നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7, ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9, കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1, രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2, മകീര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9, തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4, പുണർത നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3, പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8, ആയില്യ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5, മക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7, പൂര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9, ഉത്ര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1, അത്ത നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2, ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9, ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4, വിശാഖ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3, അനിഴ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8, തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5, മൂല നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7, പൂരാട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 6, ഉത്രാട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1, തിരുവോണ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2, അവിട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9, ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4, പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3, ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8, രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5 എന്നിങ്ങനെയാണ് ഓരോ നാളുകൾക്കുമുള്ള ഭാഗ്യസംഖ്യകൾ കണക്കാക്കപ്പെടുന്നത്. ജ്യോതിഷ സംബന്ധമായ ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.